ഭയന്ന് വിറച്ചു പാകിസ്ഥാൻ. ഞങ്ങളൊന്നും ചെയ്തില്ലേ എന്ന് അവർ അലമുറയിട്ട് പറയുമ്പോഴേക്കും ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനെ രാത്രിക്ക് രാത്രി വിളിച്ചു വരുത്തി കാര്യങ്ങളെല്ലാം മണിമണിയായി ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. പൊട്ടിക്കുമെന്ന് പറഞ്ഞാൽ പൊട്ടിക്കുമെന്ന് തന്നെയാണ് പൊലിഞ്ഞ ജീവനുകളെ സാക്ഷിയാക്കി ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത്. എല്ലാ വിഭാഗീയതയ്ക്കും അപ്പുറത്ത് രാജ്യം ഭീകരവാദത്തിനെതിരെ ഒറ്റക്കെട്ടായി നിലയുറപ്പിക്കുമ്പോൾ പാകിസ്ഥാന് ഭയന്നേ മതിയാവുകയുള്ളൂ. ഇവിടെ പാകിസ്ഥാൻ മുൻ മന്ത്രി ചൗധരി ഫഹദ് ഹുസൈൻ പാകിസ്ഥാന്റെ ദേശീയ ഐക്യത്തിനായി ഒരുമിച്ച് നിൽക്കണമെന്ന് പോലും ആഹ്വാനം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ വിദ്വേഷങ്ങളും മറന്നുകൊണ്ട് രാജ്യത്തെ എല്ലാ പാർട്ടികളും അഥവാ സർവ്വകക്ഷിയും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ മുൻ മന്ത്രി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഭയം കൊണ്ട് മാത്രമാണത്. ഇതോടൊപ്പം തന്നെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പാകിസ്ഥാൻ സൈന്യത്തോട് കരുതിയിരിക്കാനും പറഞ്ഞിരിക്കുകയാണ്. പുൽവാമ കണ്ടതിനു ശേഷം നമ്മെ നടുക്കിയ ഈ ഭീകരാക്രമണത്തിന് ഇന്ത്യ ആദ്യം കൊടുത്ത മറുപടി ജലം കൊണ്ടായിരുന്നു. ദശാബ്ദങ്ങളായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായിരുന്ന സിന്ധു നദീജല കരാർ അനിശ്ചിത കാലത്തേക്ക് റദ്ദ് ചെയ്യുമ്പോൾ പാകിസ്ഥാൻ വറ്റി വരണ്ടു പോവുകയാണ്. കർഷക ഭൂമികളടക്കം മരുഭൂമികളായി മാറും. യുദ്ധകാലത്ത് പോലും മാറ്റാതിരുന്ന കരാറാണ് ഇപ്പോൾ റദ്ദ് ചെയ്തിരിക്കുന്നത് എങ്കിൽ കനത്ത പ്രഹരം തന്നെയാണ് നമ്മുടെ രാജ്യം കൊടുക്കുന്നത് എന്നതിന് യാതൊരു സംശയവും വേണ്ട. വൈകിട്ടോടുകൂടി സർവകക്ഷി യോഗത്തിലേക്ക് കൂടി രാജ്യം കടന്നു കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാന്റെ അന്ത്യമെന്ന് മാത്രമേ പറയാനുള്ളൂ. പ്രത്യേകിച്ച് ഇന്നത്തെ ഏറ്റുമുട്ടലിൽ ഒരു സൈനികന്റെ ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. എന്നാൽ അതേസമയം നദീജല കരാറടക്കം മരവിപ്പിച്ച ഇന്ത്യയുടെ നടപടിക്ക് പിന്നാലെ ഭയന്നിട്ടാണെങ്കിലും ഒരു ഭീഷണിയുടെ സ്വരം പാകിസ്ഥാന്റെ പ്രതികരണത്തിൽ ഉണ്ടായിരുന്നു. നയതന്ത്ര തിരിച്ചടിക്ക് മറുപടി നൽകുമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫാണ് പറഞ്ഞത്. പാക് സേനകൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയെന്നും ആസിഫ് വ്യക്തമാക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിൽ ഇന്ന് യോഗവും ചേരും. പക്ഷേ ഇന്ത്യൻ സൈന്യത്തിന് മുൻപിൽ പാകിസ്ഥാൻ മുട്ടുമടക്കിയ ചരിത്രമേ ഉള്ളൂ. ഇനിയും അതങ്ങനെ തന്നെയായിരിക്കും.